വണ്ടി മുളച്ചതാണ്. ഇത് മസാലക്കറി വെക്കാൻ നല്ലതാണ്. ഞാനിവിടെ ഒരു മസാലക്കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അത് മുറിച്ച് കാണിക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. മുറിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല മുറിച്ച് അത് കീറി എടുക്കണം. അത് ഞാൻ കാണിക്കാവേ. തുണിയും പിടിച്ച കത്തിയും കൊണ്ട് മുറിച്ചതിന് തിളച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. തിളച്ച വെള്ളം ഒഴിച്ച് വെക്കണേ കുറച്ച് സമയം. വണ്ടിക്കറി വെക്കാൻ വേണ്ടി തേങ്ങയും ചെറിയ സവോളയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. വറുത്തരച്ചതാണ്, പെരളം മാതിരി. അതിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി 1/4 സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇത് തേങ്ങ നല്ലപോലെ വറുത്ത് കഴിയുമ്പോൾ ഇത് മൂത്തതിന് പൊടികൾ അതിൻ്റെ അകത്ത് ഇളക്കിയാൽ മതി. അതുപോലെ വറുത്ത് അതിലോട്ട് ഈ പൊടികളെല്ലാം ഇടുവാണ്. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തു. നല്ലപോലെ വറുത്തു. നല്ലപോലെ പിന്നെ ഇത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. ഇത്രയും പണി. ചുണ്ടി നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 കഷ്ണം കുറച്ച് തേങ്ങേൻ്റെ പൂള്, സവോള 1 കഷ്ണം, 1 തക്കാളി, 2 പച്ചമുളകും. ചെറിയ ഊറിയ ഒരു പുളി വേണം ഈ കറിക്ക്, നല്ല ടേസ്റ്റ്. എല്ലാം കൂടെ കുക്കറിൽ നല്ലപോലെ വേവിക്കാൻ. നല്ലപോലെ വെന്തു കുക്കറിൽ. ആ സാധനം ഇത് അണ്ടിപ്പരിപ്പും എല്ലാം നല്ലപോലെ വെന്തു. ഇതുണ്ട നല്ലപോലെ വെന്തു. അതിലോട്ട് ഇരച്ച് വെച്ച നല്ലപോലെ ഇത് ചേർക്കുക. അത് മിക്സി കഴുകിയതും എല്ലാം കൂടെ ചേർക്കുക. നല്ലപോലെ വെട്ടി തിളച്ചു. നല്ല ഉഗ്രൻ കശുവണ്ടി പരിപ്പ് കറിയേ. കശുവണ്ടി പൊളന്നെല്ലാം കാണിച്ചല്ലോ, അത് കറിയാണ്. പണ്ട് കാലത്ത് നമ്മളിൽ ഇറച്ചി വെക്കുന്നത് മാതിരിയാണ്. ഇറച്ചിക്കറിക്ക് ഒരു തുല്യമായി കറി. ഭയങ്കര ടേസ്റ്റാണ്. ഇതിലോട്ട് കടുക് പൊട്ടിച്ചത് സവോളയും കൂടെ ഒഴിക്കുവാണ്. ഒഴിച്ചു. കറി റെഡിയായേ.